അടുത്തത് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പോളിഗൺസ്. സൗണ്ട് കേൾക്കുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ബ്രേക്ക് ആവുന്നൊന്നുമില്ലല്ലോ? കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ക്ലിയർ അല്ലേ? ഓക്കെ. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് പോളിഗൺസ്. പോളിഗൺസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ്. പോളിഗൺസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പോളിഗൺസ് ഉണ്ട്. എൻ സൈഡിലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള മിനിമം 3 സൈഡിലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നവരാണ് പോളിഗൺ എന്ന് പറയുന്നത്. ട്രയാങ്കുലർ പോളികളാണ്, റെക്ടാങ്കുലർ പോളികളാണ്, കോഡിലാക്ടർസ് എല്ലാം പോളിഗൺസ് ആണ്. പക്ഷെ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ റെക്ടാങ്കിളിൻ്റെയും അതേപോലെ തന്നെ സ്ക്വയറിൻ്റെയും ഒന്നും പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നില്ല. മിക്ക ആളുകൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പ്രൈമറി സ്കൂളിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഹെക്സഗൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് പഠിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹെക്സഗൻ്റെ കേസിലുള്ള പോളിഗൺസ്, നമുക്ക് ആദ്യം പോളിഗൺസിൻ്റെ കേസിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പറയാം, എന്നിട്ട് ഹെക്സഗണിലേക്ക് പോവാം. പോളിഗൺസ്, എല്ലാ പോളിഗൺസിൻ്റെ കേസിൽ വർക്കാവുന്ന കുറച്ച് റിസൾട്ട് പറയാം. ഒന്നെന്ന് വെച്ചാൽ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ്. എന്താണ് ഇൻറ്റീരിയർ ആംഗിൾസ്? ഹെക്സഗണിൽ ഇൻറ്റീരിയർ പോളികളുടെ എൻ സൈഡ്സ് ബൗണ്ട് ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ഫിഗറാണ് നമ്മുടെ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആംഗിൾസിനൊക്കെയാണ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഇൻ എ പോളിഗൺ വിൽ ബി ഈക്വൽ ടു n-2 ഇൻറ്റു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എൻ സൈഡുള്ള പോളിഗണിൻ്റെ സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് പറഞ്ഞാൽ n-2 ഇൻറ്റു 180 ഡിഗ്രി. ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ എന്തായിരിക്കും? ഒരു റെഗുലർ പോളിഗണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ, റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പോളിഗൺ എന്ന് പറയുന്നവരാണ് റെഗുലർ പോളിഗൺ. അപ്പോൾ ഒരു റെഗുലർ പോളിഗണിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എൻ സൈഡിലുള്ള റെഗുലർ പോളിഗണിന് n ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് 6 സൈഡുള്ള ഫിഗറാണ് ഈ ഹെക്സഗൺ. ഈ ഹെക്സഗണിന് 6 ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്. 1, 2, 3, 4, 5, 6. അങ്ങനെ n സൈഡിൽ ഉള്ള റെഗുലർ പോളിഗൺസിന് 6 നമ്പർ ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. ആ എല്ലാ ഇൻറ്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? n-2 ബൈ n ഇൻറ്റു 180 ഡിഗ്രി. അടുത്തത് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഒരു പോളിഗണിൻ്റെ കേസിൽ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസിൻ്റെ വാല്യൂ 360 ഡിഗ്രിയാണ്. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾ? ഞാൻ ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ഈ ആംഗിളാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു, കിട്ടുന്ന ഈ ആംഗിളാണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഈ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തു, കിട്ടുന്ന ഈ ആംഗിളാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 360 ഡിഗ്രി. അടുത്തെന്താണ് പ്രോപ്പർട്ടി? ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ. എൻ സൈഡിലുള്ള ഒരു ഫിഗറിന് n നമ്പർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഉണ്ടാവും. അതിൽ ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 360 ബൈ n. പിന്നെ നോക്കാനുള്ള എന്താണ്, നമ്മൾ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലുള്ള 2 ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നമ്പർ ഓഫ് ഡയഗണൽസ്. ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് ഡയഗണൽസിൻ്റെ വാല്യൂ n×n-3/2. ഓക്കെ, അതായത് ഒരു പോളിഗണിൽ n നമ്പർ ഓഫ് ഡയഗണൽസ് n നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് ഡയഗണൽസ് പറഞ്ഞാൽ n×n-3/2. ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെന്താണ്, ഇനി നമുക്ക് ഹെക്സഗണിലേക്ക് കിടക്കാം. ഹെക്സഗണിൻ്റെ പ്രത്യേകത, ഹെക്സഗണിൻ്റെ 6 സൈഡ്സ് എന്താണ്? ഈക്വൽ ആയിരിക്കും. 6 സൈഡ്സും ഹെക്സഗണിൻ്റെ കേസിൽ ഈക്വൽ ആയിരിക്കും. അതാണ് ഹെക്സഗണിൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ഹെക്സഗണിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ എല്ലാ ഇൻറ്റീരിയർ ആംഗിൾസും അതേപോലെ എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഹെക്സഗണിൻ്റെ ഡയഗണൽസ് ജസ്റ്റ് വരികയാണെങ്കിൽ ഓക്കെ, ഇതാണ് ഹെക്സഗണിൻ്റെ 3 ഡയഗണൽസ്. ഈ ഡയഗണൽസിൻ്റെ മെഷർ, ഈ വലിയ ഡയഗണലിൻ്റെ മെഷർ വിൽ ബി 2a.
എ ബി സി ഡി ഇ എഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിഗർ ഡയഗണൽ ഏതാണ്? എ ഡി. അതേപോലെ തന്നെ സി എഫ്, അതേപോലെ തന്നെ ബി ഇ. ഇതിൻ്റെ എല്ലാ ലെങ്ത്തും എന്തായിരിക്കും? 2a. അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെക്സഗൻ്റെ സൈഡിൻ്റെ ലെങ്ത്താണ് എ. ഓക്കെ, മാത്രമല്ല ഇവർ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഈ എല്ലാ ഡയഗണൽസിനെയും ബൈസെക്ട് ചെയ്യും. അപ്പോൾ ഈ ഡയഗണൽസിൻ്റെ ഇത്രയും പോർഷൻ എ ആണ്, ഈ പോർഷൻ എ ആണ്, ഈ പോർഷൻ എ ആണ്, എല്ലാ പോർഷനും എ ആണ്. അപ്പോൾ ആക്ച്വലി ഈ ഡയഗണൽസ് ഈ നമ്മുടെ ഹെക്സഗണിനെ 6 ഈക്വൽ ട്രയാങ്കിൾസ് ഓഫ് ഈക്വൽ ഏരിയക്ക് 6 ഇക്വലാറ്ററൽ ആംഗിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെക്സഗണിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 6 ഇൻറ്റു ഒരു ഇക്വലാറ്ററൽ ആംഗിൾ ഏരിയ √3/4a². ഇത് സോൾവ് ചെയ്യുമ്പോൾ 3√3/2 a² ആണോ, 3√3/2a² എന്ന് കിട്ടും ഏരിയ. ഇത് ഓർത്തിരിക്കുക. പിന്നെ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. മൊത്തം 6 സൈഡ്സ് ഉണ്ട്. പെരിമീറ്റർ വിൽ ബി 6 ടൈംസ് 6a. ഒരു സൈഡ് എ ആണെന്നെങ്കിൽ 6a ആയിരിക്കും പെരിമീറ്റർ. പിന്നെ ഇത് അത്ര യൂസ്ഫുൾ ഒന്നല്ല, എന്നാലും ജസ്റ്റ് 2017 മെയിൻസിൽ ചോദിച്ചിരുന്നു. ഈ ഡയഗണൽ ഹെക്സഗണിൻ്റെ ഈ ഡയഗണലിൻ്റെ ലെങ്ത്ത് √3a ആണ്. അത് ഓർത്തിരിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്തായാലും ജസ്റ്റ് പറഞ്ഞപ്പോൾ പ്രോപ്പർട്ടീസ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്നാലും ഓർത്തിരിക്കുക. അടുത്തത് ഹെക്സഗൺ അല്ല, ഒക്ടഗൺ. ഒക്ടഗണിൻ്റെ പ്രത്യേകത എന്താണ്? 8 സൈഡ്സ് ഉണ്ടാവും. ഈ 8 സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 8 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ 8 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഒക്ടഗണിൻ്റെ പെരിമീറ്റർ എന്താ? പെരിമീറ്റർ ഓഫ് ഒക്ടഗൺ വിൽ ബി ഈക്വൽ ടു 8 ഈക്വൽ സൈഡ്സ് ആണ്. അപ്പോൾ 8 × a ആണ് ഒക്ടഗണിൻ്റെ പെരിമീറ്റർ. ഒക്ടഗണിൻ്റെ ഏരിയ ഓഫ് ഒക്ടഗൺ വിൽ ബി 2 × √2 + 1 × a². ഓക്കെ, ഒക്ടഗൺ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും TCS പാറ്റേണിൽ കണ്ടിട്ടില്ല, എന്നാലും ഓർത്തിരിക്കുക. 2 × √2 + 1 × a². ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇത് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യാം. ഓപ്ഷൻ ബി. വേറെ എന്തെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ശ്രീപ്രിയ 21. ഓക്കെ, 21 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈച്ച് ഇന്റീരിയർ ആംഗിൾ ഓഫ് റെഗുലർ പോളിഗൺ ഈസ് 128 4/7. വാട്ട് വിൽ ബി ദ സം ഓഫ് നമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് ഡയഗണൽസ് ആൻഡ് നമ്പർ ഓഫ് ഇറ്റ്സ് സൈഡ്സ്? അപ്പോൾ ഇവിടെ എന്താണ്? ഈച്ച് ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈച്ച് ഇന്റീരിയർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഈച്ച് ഇന്റീരിയർ ആംഗിൾ വിൽ ബി n-2/n × 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലേറെ നല്ലത് എന്താണ്? എക്സ്റ്റീരിയർ ആംഗിൾ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം. നമുക്കറിയാം ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ 128 4/7 ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ രണ്ടിൻ്റെ സമം 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിന്ന് 180 128 4/7 മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 51 3/7 കിട്ടും. ഓക്കെ, 51 3/7.
അപ്പോൾ 51/3/7 ആണ് എക്സ്റ്റീരിയർ ആംഗിൾ. നമുക്കറിയാം ഈച്ച് എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ വാല്യൂ എന്താണ്? 360/n ഈക്വൽ ടു ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു 51/3/7. 51/3/7 എന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 357 + 3 360/7. അപ്പോൾ 360/n ഈക്വൽ ടു 360/7 ഉണ്ട്. ക്യാൻസൽ ചെയ്യുമ്പോൾ n ഈക്വൽ ടു 7. ഓക്കെ, n ഈക്വൽ ടു 7. കണ്ടുപിടിക്കേണ്ടത് സം ഓഫ് നമ്പർ ഓഫ് ഇറ്റ്സ് ഡയഗണൽ ആൻഡ് നമ്പർ ഓഫ് സൈഡ്സ്. അപ്പോൾ n + n × n-3/2 ആണ്. n-3/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഉത്തരം n രണ്ടിൽ കോമൺ ആയതുകൊണ്ട് ഉത്തരം 7ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ബി. ഓക്കെ, അല്ല ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം. 7 + 7 + 7 × 4/2 7 × 14 a + 14 എന്നാൽ എന്താ 21. അത്ര വലിയ കാൽക്കുലേഷൻ ഒന്നുമല്ല, പെട്ടെന്ന് 7ന്റെ മൾട്ടിപ്പിൾ ഒന്ന് കണ്ടപ്പോൾ അങ്ങനെ ഉത്തരം മാർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അത്ര വലിയ കാൽക്കുലേറ്റ് ചെയ്ത സംഭവം ഒന്നല്ല കേട്ടോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഈ മൾട്ടിപ്പിൾ ഗസ് ചെയ്ത് ലാസ്റ്റ് എന്ത് കണ്ടാലും മൾട്ടിപ്പിൾ ഗസ് ചെയ്ത് ലെവലിലേക്ക് എത്തി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം തന്നെ പെട്ടെന്ന് സ്പോട്ട് ചെയ്തത്. അടുത്തത് the area of the field in the shape of a hexagon is 2400√3 m². What will be the cost of fencing it at 18.5 per square meter? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് ഓഫ് ഫെൻസിങ് ആണ്. അതായത് ഹെക്സഗൺ ആണ്, ഒരു ഹെക്സഗണൽ പ്ലോട്ട്. ഈ പ്ലോട്ടിനെ ഫെൻസ് ചെയ്യേണ്ട കോസ്റ്റ്. അപ്പോൾ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ എന്താണ്? ഫെൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഔട്ട്ലൈനിൽ കൂടെ മതിലിട്ട് അല്ലെങ്കിൽ വേലി ഇട്ടുക എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ആദ്യം കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പെരിമീറ്റർ ഓഫ് ഹെക്സഗൺ കണ്ടുപിടിക്കണം. ഹെക്സഗണിൻ്റെ പെരിമീറ്റർ ഇൻറ്റു 1 മീറ്ററിന് ഇത്ര കോസ്റ്റ്, ആ കോസ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 18.5 എന്ന് പറഞ്ഞാൽ 37/2. ഓക്കെ, ഒരു ഹെക്സഗണിൻ്റെ പെരിമീറ്റർ എന്താണ്? 6a². 6a. ഓക്കെ, 6 ടൈംസ് a. സൈഡ് a ആണെന്നുണ്ടെങ്കിൽ 6a ആണ് ഹെക്സഗണിൻ്റെ പെരിമീറ്റർ ഇൻറ്റു 37/2. അപ്പോൾ 3 × a × 37. ഉത്തരം എന്തായിരിക്കും? 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 444 3ന്റെ മൾട്ടിപ്പിളാണ്. 592 3ന്റെ മൾട്ടിപ്പിൾ അല്ല. കാരണം ഡിജിറ്റ് സം എന്താണ്? 9 ക്യാൻസൽ ചെയ്താൽ 5 + 2 7 ആണ്. 7 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ലാത്തത് കൊണ്ട് ഇത് 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. 5 5 5 0 ഇത് 3നെ കൊണ്ട് ഡിവിസിബിൾ ആണ്. പിന്നെ 4ാമത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഇത്രയും കിട്ടൂല, ചെയ്ത് നോക്കേണ്ടി വരും. എന്നാലും ജസ്റ്റ് ചെക്ക് ചെയ്യാം. 5 + 1 6, 6 + 8 14. 14 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇത് 3നെ കൊണ്ട് ഡിവിസിബിൾ അല്ല. ഇത് ചെയ്ത് നോക്കേണ്ടി വരും. 2 ഓപ്ഷൻ ക്ലാഷ് ആയതുകൊണ്ട് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഏരിയ ഹെക്സഗണിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 3√3/2 a² ഈക്വൽ ടു 2400√3. ക്യാൻസൽ ചെയ്യുമ്പോൾ 3യും 2400 ക്യാൻസൽ ചെയ്യുമ്പോൾ 800. a² ഈക്വൽ ടു 1600. a ഈക്വൽ ടു 40. പിന്നെ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 3 × 40 × 37. 0 ഉണ്ടാവില്ല എൻ്റെ ഡിജിറ്റ്. 0 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡിജിറ്റ് എന്താ വരിക? എൻ്റെ ഡിജിറ്റ് 3 × 4 എന്താണ്? 12. 2 × 7 14. അപ്പോൾ എൻ്റെ ഡിജിറ്റ് 4 വരും. ഓക്കെ, അല്ലാതെ 37 × 12 ചെയ്താലോ? ഇത് അത്ര വലിയ കാൽക്കുലേഷൻ ഒന്നല്ല, വളരെ ഈസി ചെയ്യാൻ പറ്റും. 444 എങ്ങനെയും ചെയ്യാം. ഓക്കെ, ആസ് യുവർ വിഷ്. First question, the area of a field in the shape of a hexagon is 1944√3 m³. The cost of fencing at the rate of 11.5 per meter. ഇതും എന്താണ്? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഉത്തരം എന്താണ്? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ 6 ടൈംസ് a ആണ്. അപ്പോൾ ഉത്തരം എന്തായാലും 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഏതൊക്കെ ഓപ്ഷനാണ് 3ന്റെ മൾട്ടിപ്പിൾ ആക്കാം? ഇതെന്തായാലും 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 5 + 2 + 2 9. ബാക്കി 6. 6ഉം 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഓപ്ഷൻ സി പോസിബിൾ ആണ്. 6 6ഉം 8 10 18. ഓക്കെ, ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 9ഉം 7 9ഉം 8ഉം 13. ഇത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഓപ്ഷൻ സിയോ അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയോ ആയിരിക്കും ഉത്തരം. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരും. 3√3/2
എ സ്ക്വയർ ഈക്വൽ ടു 1944√3. √3 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ ഈക്വൽ ടു 1944നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്താ കിട്ടുക? 6 14 എത്ര ടൈംസ് ആണ്? 4 ടൈംസ് 8. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 648 ഇൻറ്റു 2. 648 ഇൻറ്റു 2 എന്താണ്? 1296. 1296 എന്തിൻ്റെ സ്ക്വയർ ആണ്? 36ൻ്റെ സ്ക്വയർ അല്ലേ 1296? അത് 34ൻ്റെ സ്ക്വയർ ആണ്. 36ൻ്റെ സ്ക്വയർ. ഓക്കെ, 36ൻ്റെ സ്ക്വയർ ആണ് 1296. അപ്പോൾ എ എന്താണ്? 36ആണ്. അപ്പോൾ നമ്മളെ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു ടോട്ടൽ കോസ്റ്റ് പറഞ്ഞാൽ പെരിമീറ്റർ ഇൻറ്റു 11.5. 11.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 23/2. അപ്പോൾ 6 ഇൻറ്റു 36 ഇൻറ്റു 23/2. 3 ക്യാൻസൽ ചെയ്യുമ്പോൾ എൻ്റെ ഡിജിറ്റ് വരിക 3 × 6 18, 8 × 3 24. എൻ്റെ ഡിജിറ്റ് 4 വരും. ഓപ്ഷൻ ഡി. അല്ലാന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 69 ഇൻറ്റു 36 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. 69 × 36 9 ഇൻറ്റു 6 4 5. 6 ഇൻറ്റു 6 36 41. 69 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എത്ര? 150 27 207. ഒരുപാട് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. 2 4 8 4. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എൻ്റെ ഡിജിറ്റ് വെച്ച് പെട്ടെന്ന് കസ് ചെയ്യാൻ പറ്റില്ലേ? 3 × 6 3 × 6 18 8 8 × 3 24. ഓക്കെ, അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എൻ്റെ ഡിജിറ്റ് ഒരു 5-6 സെക്കൻഡൊക്കെ നമുക്ക് ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റും. 5-6 സെക്കൻഡ് സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓരോ ക്വസ്റ്റ്യൻസിലൊക്കെ 5-6 സെക്കൻഡൊക്കെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല ഒരു മാർജിൻ തന്നെയാണത്. അടുത്ത ഏരിയ ഓഫ് പാത്ത്. ഓക്കെ, പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിനേഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കാറ്? മെയിനായി ചോദിക്കാറുള്ളത് ഒരു റെക്ടാങ്കുലർ പാത്ത്, റെക്ടാങ്കുലർ ഗാർഡൻ. ഇതാണ് റെക്ടാങ്കുലർ ഗാർഡൻ. ഈ റെക്ടാങ്കുലർ ഗാർഡൻ്റെ ഔട്ട് സൈഡിലൂടെ ഒരു പാത്ത് റൺ ചെയ്യുന്നുണ്ടെന്ന് പറയും. ആ പാത്ത് എല്ലാ സൈഡിലും ഈക്വൽ വിഡ്ത്താണ്. ഈ വിഡ്ത്ത് എക്സ്, ഇവിടെ വിഡ്ത്ത് എക്സ്, ഇവിടെ വിഡ്ത്ത് എക്സ്, എല്ലാ സൈഡിലും ഈക്വൽ വിഡ്ത്താണ്. ഇത് എക്സ്. ഈ റെക്ടാങ്കുലർ പാത്തിൻ്റെ ഡയമെൻഷൻ ലെങ്ത് ബ്രെഡ്ത്ത് എൽ ബി എന്നാണ്. സ്മോൾ ലെറ്റർ എൽ സ്മോൾ ലെറ്റർ ബി ആണ്. ഈ പാത്തിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിക്കുക. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഈ പാത്തിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഈ പാത്തിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഡയറക്റ്റ് ഇക്വേഷൻ എന്താണ്? L + B + 2x × 2x. ഇതാണ് ഏരിയ ഓഫ് പാത്ത്. ഇതെങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയത്? ഈ ബിഗർ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ബിഗർ റെക്റ്റാങ്കിൾ, ഈ സ്മോളർ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് L ആണെന്നുണ്ടെങ്കിൽ ബിഗർ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് L + 2x ആണ്. അതേപോലെ ബ്രെഡ്ത്ത് എന്തായിരിക്കും? B + 2x ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്ന് L + 2x × B + 2x - LB. ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഡെറിവേഷൻ ഞാൻ പറയുന്നില്ല, ഡെറിവേഷൻ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇക്വേഷൻ ഒത്തിരിക്കുക L + B + 2x × 2x. അതേപോലെ തന്നെ ചില കേസസിൽ നമ്മുടെ റെക്റ്റാങ്കുലർ പാർക്ക്, ഈ പാർക്കിൻ്റെ ഇൻസൈഡിലൂടെ ആയിരിക്കും നമ്മൾ പാത്ത് വരക്കേണ്ടി വരിക. ഇൻസൈഡ്. അപ്പോൾ ഇൻസൈഡിലൂടെ പാത്ത് വരക്കുമ്പോൾ ഈ ബിഗർ റെക്റ്റാങ്കിൾ ലെങ്ത് എല്ലും ബ്രെഡ്ത്ത് ബിയും മാർക്ക് ചെയ്തു. റോഡിൻ്റെ വിഡ്ത്ത് എക്സ്, എല്ലാ ഡയറക്ഷനിലും വിഡ്ത്ത് എന്താണ്? എക്സ് ആണ്. ഈ പാത്തിൻ്റെ ഏരിയ ഓഫ് പാത്ത് വിൽ ബി സെയിം ഫോർമുലയാണ്. ഈ പ്ലസിന് പകരം മൈനസ് ആയി എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. L + B - 2x × 2x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. L + B - 2x × 2x. അടുത്ത മൂന്നാമത്തെ ഒരു ടൈപ്പ് പാത്ത് ചോദിക്കാറുള്ളത് റെക്റ്റാങ്കുലർ ഗാർഡൻ്റെ അടുക്ക കൂടെ ഈ രൂപത്തിൽ ഒരു പാത്ത് വരികയാണെങ്കിൽ ഈ ടോട്ടൽ പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഈ പ്ലസ് രൂപത്തിലുള്ള ഈ ടോട്ടൽ പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഈ പാത്തിൻ്റെ ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കുക. ഈ പാത്തിൻ്റെ വിഡ്ത്ത് എല്ലാ സൈഡിലും എക്സ് ആണ്. യൂണിഫോം വിഡ്ത്താണ്, എക്സ് ആണ്. ഓക്കെ, എക്സ് ആണ്. എല്ലാ സൈഡിലും വിഡ്ത്ത് എക്സ് ആണ്. അപ്പോൾ വിഡ്ത്ത് എക്സ് ആയിട്ടുള്ള പാത്ത് മാത്രമല്ല ലെങ്ത് L, അതേപോലെ ബ്രെഡ്ത്ത് B. ഈ പാത്തിൻ്റെ ഏരിയ ഓഫ് പാത്ത് വിൽ ബി ഈക്വൽ ടു ഈ ഇക്വേഷനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് L + B
മൈനസ് എക്സ് ഇൻറ്റു എക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വെച്ചിട്ട് ടി സി എസ് ബാറ്റയുടെ ഒരു എക്സാമിൽ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ. ടി സി എസ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം ചെയ്തിട്ട്. റെക്ടാങ്കുലർ പ്ലോട്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യും. ശ്രീപ്രിയ 6 അല്ലേ? ആൻസർ നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം 6 ആണെന്ന്. വേറെ ആർക്കെങ്കിലും ഇതിൽ കിട്ടിയിട്ടുണ്ടോ? ഓപ്ഷൻ എ ശ്രീയ, ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഓപ്ഷൻ എ, ഓപ്ഷൻ 6. ഓക്കെ, നോക്കാം, ചെയ്ത് നോക്കാം. ഇതെന്താണ്? റെക്ടാങ്കുലർ പ്ലോട്ട്. റെക്ടാങ്കുലർ പ്ലോട്ടിൽ 55 centimeter long and 45 centimeter broad, 55, 45, has two concrete crossroads of equal width running in the middle of it. ഇതാണ് ക്രോസ് റോഡ്സിൻ്റെ രണ്ട് equal crossroads of equal width running in the middle of it. One is parallel to length and other is parallel to breadth. Okay. Rest of the plot is used as lawn. The area of the lawn is 1911 meter square. What is the width of each of the crossroad? അപ്പോൾ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലോൺ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? റോഡില്ലാത്ത പോസ്റ്റിലാണ് ലോൺ ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലോണിൻ്റെ ഏരിയ ഓഫ് ലോൺ വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ മൈനസ് ഏരിയ ഓഫ് ദ പാത്ത്. ഏരിയ ഓഫ് പാത്ത്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? 55 ഇൻറ്റു 45 മൈനസ് ഏരിയ ഓഫ് പാത്ത്. പാത്തിൻ്റെ ഏരിയ എന്താണ്? എൽ പ്ലസ് ബി മൈനസ് എക്സ് ഇൻറ്റു എക്സ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ എൽ പ്ലസ് ബി, അതായത് 45 പ്ലസ് 55 മൈനസ് എക്സ് എന്താണ്? അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു എക്സ് ഈക്വൽ ടു ഏരിയ ഓഫ് ലോൺ. ലോണിൻ്റെ ഏരിയ എന്താണ്? 1911. 55 ഇൻറ്റു 45 ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 55 ഇൻറ്റു 45 ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 55 ഇൻറ്റു 45 50 പ്ലസ് 5 ഇൻറ്റു 50 മൈനസ് 5 എന്ന് എഴുതാൻ പറ്റും. അത് എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. 50 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 2500 മൈനസ് 25 അതെന്താണ്? 2475. മൈനസ് 45 പ്ലസ് 45 55 എന്താണ്? 100 മൈനസ് എക്സ് ഇൻറ്റു എക്സ്
ഓക്കെ, ഇത് മൈനസ് ചെയ്യുമ്പോൾ 100 മൈനസ് എക്സ് ഇൻറ്റു എക്സ് വിൽ ബി ഈക്വൽ ടു 89 475 ആഡ് ചെയ്ത് എത്ര കിട്ടുക? 4 564 അല്ലേ? ഡിഫറൻസ് 89 പ്ലസ് 425 564. അപ്പോൾ 100 മൈനസ് എക്സ് ഇൻറ്റു 100 എക്സ് എന്താണ്? 564. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കിട്ടുക? എന്തായാലും ഓപ്ഷൻ എ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 95 ഇൻറ്റു 5 ആവില്ല, എൻ്റെ ഡിജിറ്റ് 5 ആയിരിക്കും വരിക. മറ്റെന്താണ് 5.5 എന്താണ് 5.5 വരികയാണെങ്കിൽ 2 ഡെസിമൽ ബേസ് ഉത്തരത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുമില്ല. കെമിസ്ട്രിക്ക് മിസ്റ്റേക്ക് പറ്റിയതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എക്സ് 6 ആണെന്നുണ്ടെങ്കിൽ 100 മൈനസ് എക്സ് എന്താണ്? 94. 94 ഇൻറ്റു 6. 94 ഇൻറ്റു 6 ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 94 ഇൻറ്റു 6 എന്താണ്? 540 പ്ലസ് 24 564. കറക്റ്റാണ്, ഓപ്ഷൻ സി. അല്ലാന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക്കേഷൻ സോൾവ് ചെയ്ത് ചെയ്യുക. ക്വാഡ്രാറ്റിക്കേഷൻ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി മെൻസുറേഷൻ 3D. മെൻസുറേഷൻ 3Dയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ ഏരിയ പോലെയൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ക്യൂബോയിഡ്, ക്യൂബ് ഇതിനൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ക്യൂബോയിഡ് അതേപോലെ ക്യൂബ് അങ്ങനത്തെ ഈസി നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സിൻ്റെ ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് അറിയാത്ത കുറച്ച് കണ്ടുപരിചയമില്ലാത്ത ഫിഗേഴ്സിൻ്റെതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വോളിയം ഓഫ് സിലിണ്ടർ ആൻഡ് വോളിയം ഓഫ് പ്രിസം എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം പ്രിസം. പ്രിസം എന്താണെന്ന് അറിയാം. പ്രിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രിസം എന്ന് വെച്ചാൽ ബേസ് ഏതെങ്കിലും ഒരു ബേസ് ഉണ്ടാവും. നമ്മൾ ക്രോസ് സെക്ഷനിലൂടെ ഇതിൻ്റെ ഹൈറ്റ് ക്രോസ് സെക്ഷനിൽ ഏതൊരു പോയിന്റ് കട്ട് ചെയ്താലും, ബേസിന് പാരലായിട്ട് കട്ട് ചെയ്താലും ബേസിൽ ഉള്ള സെയിം ഫിഗർ തന്നെ ആയിരിക്കും ആ ഏരിയയിലും കിട്ടുന്നുണ്ടാവുക, ആ കട്ട് ചെയ്യുന്ന പോർഷനിലും കിട്ടുന്നുണ്ടാവുക. ഞാൻ ഇവിടെ കട്ട് ചെയ്തു, ഈ ഒരു പ്രിസത്തിൻ്റെ ഇവിടെ ബേസിൻ്റെ പാരലായിട്ട് കട്ട് ചെയ്താൽ ഈ ഒരു സെക്ഷനിൽ കിട്ടുന്ന ഏരിയ അത് ബേസിൽ ഉള്ള ഫിഗർ സെയിം ഫിഗർ തന്നെ ആയിരിക്കും ഈ ഒരു ക്രോസ് സെക്ഷനിൽ കിട്ടുന്ന ഫിഗർ. അപ്പം അങ്ങനത്തെ ഫിഗേഴ്സിനാണ് പ്രിസം എന്ന് പറയുന്നത്. പ്രിസം പലവിധമുണ്ട്. ബേസ് സർക്കുലർ ആയിട്ടുള്ള പ്രിസത്തിന് പറയുന്നതാണ് സർക്കുലർ പ്രിസം. സർക്കുലർ പ്രിസമാണ് ആക്ച്വലി സിലിണ്ടർ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രിസമാണ്. കാരണം ഇതിൻ്റെ ബേസിന് പാരലായിട്ട് ഏതൊരു പോയിന്റിൽ കട്ട് ചെയ്താലും നമുക്ക് ഇവിടെ എന്താ കിട്ടുക? സർക്കിളാണ് കിട്ടുക. സെയിം ബേസിലുള്ള അതേ സർക്കിളായിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതും എന്താണ്? പ്രിസമാണ് അല്ലേ. ഇതേപോലെ തന്നെ ബേസ് സ്ക്വയർ ആയിട്ടുള്ള സ്ക്വയർ പ്രിസമാണ് ക്യൂബോയിഡ്. അതേപോലെ തന്നെ ബേസ് ഹെക്സഗൺ ആയിട്ടുള്ള ഹെക്സഗണൽ പ്രിസം ഉണ്ട്, ബേസ് പെൻറ്റഗൺ ആയിട്ടുള്ള പെൻറ്റഗണൽ പ്രിസം ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രിസംസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സിലിണ്ടറിൻ്റെ വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? ആദ്യം നമുക്ക് പ്രിസത്തിൻ്റെ ജസ്റ്റ് പ്രിസം എന്നുള്ള ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആക്കാം. പ്രിസം ഏരിയ ഓഫ് പ്രിസം വോളിയം ഓഫ് പ്രിസം പ്രിസത്തിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് പ്രിസത്തിൻ്റെ വോളിയം. അപ്പോൾ നമ്മുടെ സിലിണ്ടർ ഒരു പ്രിസമാണ്. സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? ഏരിയ ഓഫ് ബേസ് സർക്കിൾ ആൻഡ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ഇൻറ്റു ഹൈറ്റ്. അങ്ങനെയാണ് സിലിണ്ടറിൻ്റെ വോളിയം πr² ഇൻറ്റു h എന്ന് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കർവ് സർഫസ് ഏരിയ ഓഫ് പ്രിസം വിൽ ബി ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ജനറൽ ഫോർമുല. അപ്പോൾ നമ്മൾ നമ്മുടെ സിലിണ്ടറിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഒരു പ്രിസമാണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ബേസ് 2πr. പെരിമീറ്റർ സർക്കിൾ ആയതുകൊണ്ട് 2πr ഇൻറ്റു ഹൈറ്റ്. 2πrh ആണ് ഒരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. സിലിണ്ടറിൻ്റെ രണ്ട് ബേസിൻ്റെ ഏരിയ എന്താണ്? ഓരോ ബേസിൻ്റെയും ഏരിയ ഓഫ് ബേസ് എന്താണ്? πr² ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ വിൽ ബി ഈക്വൽ ടു കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ഏരിയ ഓഫ് ബേസസ്. കാരണം രണ്ട് ബേസസ് ഉണ്ട്. ഈ ഏരിയ തന്നെ ആയിരിക്കും മുകളിലെ ഏരിയ. എന്താണ്? 2πr ഇൻറ്റു r പ്ലസ് h. ഓക്കെ, അതേപോലെ തന്നെ ഒരു പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് TSA പ്രിസം വിൽ ബി ഈക്വൽ ടു ഏരിയ ഓഫ് ബേസ് ഇൻറ്റു 2 പ്ലസ് കർവ് സർഫസ് ഏരിയ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ. കർവ് സർഫസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്നാണ് പറയുക. രണ്ടും സെയിം തന്നെയാണ്. അടുത്തത് വോളിയം ഓഫ് എ ഹോളോ സിലിണ്ടർ. ചില കേസസിൽ ഹോളോ സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഹോളോ സിലിണ്ടറിൻ്റെ
രണ്ട് റേഡിയസ് ഉണ്ടാവും, ബിഗ് റേഡിയസ് അതേപോലെ സ്മോളർ റേഡിയസ്. അപ്പോൾ ഇതാണ് ഹോളോ സിലിണ്ടർ. ഓക്കെ, ഉള്ളു ഹോളായിരിക്കും, ഒരു തിക്നെസ് ഉണ്ടായിരിക്കും. സിലിണ്ടറിന്റെ തിക്നെസ് ടി എന്നായിരിക്കും ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. തിക്നെസ് വന്നിട്ട് സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനായിരിക്കും മിക്ക ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ഒരു സിലിണ്ടറിന്റെ വോളിയം നമ്മൾ ബിഗർ സിലിണ്ടറിന് സ്മോളർ സിലിണ്ടറിന്റെ വോളിയം കുറച്ചാൽ മതി. സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച്, അതാണ് ബിഗർ സിലിണ്ടറിന്റെ വോളിയം, വലിയ സിലിണ്ടറിന്റെ വോളിയം. അതിന് ചെറിയ സിലിണ്ടറിന്റെ വോളിയം കുറച്ചാൽ മതി. അതെന്താണ്? പൈ ഇൻറ്റു ആർ സ്ക്വയർ എച്ച്. പൈ ഇൻറ്റു എച്ച് കോമൺ ആക്കി എടുത്താൽ ബാക്കി ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ വരും. ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്താണ്? ആർ പ്ലസ് ആർ ഇൻറ്റു ആർ മൈനസ് ആർ. ഇതാണ് വോളിയം ഓഫ് ഹോളോ സിലിണ്ടർ. ഇവിടെ പൈ എച്ച് ഇൻറ്റു ആർ പ്ലസ് ആർ. ഈ ആർ പ്ലസ് ആറിനെ ചില ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ റേഡിയസും തരും, തിക്നെസ്സും തരും, എന്നിട്ട് വോളിയം കണ്ടുപിടിക്കാൻ പറയും. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സ്മോൾ ലെറ്റർ ആറിനെ ഞാൻ റീപ്ലേസ് ചെയ്തു. സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ മൈനസ് തിക്നെസ് അല്ലേ സ്മോൾ ലെറ്റർ ആർ അല്ലെ? ബിഗ് ആർ. ഈ ബിഗ് ആറിന്ന് ഈ ഹോളോ പൈപ്പിന്റെ തിക്നെസ് കുറച്ചാലല്ലേ സ്മോൾ ലെറ്റർ ആർ കിട്ടുക. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ ആറിന് പകരം ഞാൻ ആർ മൈനസ് ടി എന്ന് കൊടുത്തു. മൊത്തം ഇവിടെ എന്ത് വരും? 2r മൈനസ് ടി വരും ഇൻറ്റു ആർ മൈനസ് ആർ. രണ്ട് റേഡിയസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആർ മൈനസ് ആർ എന്താണ്? തിക്നെസ് ഓഫ് ദ സിലിണ്ടർ ആണ്. ഇതൊരു ഫോർമുലയാണ്, ഹോളോ സിലിണ്ടറിന്റെ വോളിയം കാണാനുള്ള ഒരു ഫോർമുല 2r മൈനസ് ടി ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ ഉണ്ടാക്കുക? ബിഗർ റേഡിയസ് എന്നുണ്ടാവും, തിക്നെസ് എന്നുണ്ടാവും. അപ്പോൾ വോളിയം ഹോളോ സിലിണ്ടറിന്റെ വോളിയം പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പൈ എച്ച് ഇൻറ്റു 2r മൈനസ് ടി ഇൻറ്റു ടി. കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ഞാനിവിടെ ഈ ക്യാപിറ്റൽ ലെറ്റർ ആറിന് പകരം സ്മോൾ ലെറ്റർ ആർ പ്ലസ് ടി എന്ന് കൊടുത്തു. അപ്പം അങ്ങനെ ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്, പൈ എച്ച് ഇൻറ്റു 2r പ്ലസ് ടി ഇൻറ്റു ടി. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? സ്മോൾ ലെറ്റർ ആർ, 2 ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ല, സോറി, സ്മോൾ ലെറ്റർ ആർ ആണ്. ഓക്കെ, ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക? സ്മോളർ റേഡിയസും അതേപോലെ തിക്നെസ്സും വരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനാണ് പൈ എച്ച് ഇൻറ്റു 2r പ്ലസ് ടി ഇൻറ്റു ടി. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു നോക്കുക. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അടുത്തെന്താണ്? വോളിയം ഓഫ് കോൺ ആൻഡ് വോളിയം ഓഫ് പിരമിഡ്. പിരമിഡും കോണും രണ്ടും എന്താണ്? സിമിലർ ആയിട്ടുള്ള ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഏതെങ്കിലും ഒരു ബേസ് ഉണ്ടാവും. ഈ ബേസിൻ്റെ ഏരിയ കുറഞ്ഞ് ലാസ്റ്റ് എപ്പെക്സ് എന്നുള്ള പോയിന്റിലേക്ക് എത്തും. നമ്മുടെ ബേസിന് പാരലായിട്ട് ഇവിടെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബേസിന് പാരലായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം ഫിഗർ തന്നെ കിട്ടുക, ബേസിലുള്ള സെയിം ഫിഗർ തന്നെ കിട്ടുക. പക്ഷേ അതിൻ്റെ കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഫിഗർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവുക, ചെറിയ സർക്കിളായിരിക്കും കിട്ടുന്നുണ്ടാവുക. അങ്ങനെ സർക്കിളിന്റെ റേഡിയസ് കുറഞ്ഞ് ലാസ്റ്റ് ഒരു പോയിന്റിലേക്ക് എത്തും. ഈ എൻഡ് പോയിന്റ് ആണ് അപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഫിഗേഴ്സ് എന്ന് പറയുന്നവരാണ് പിരമിഡ്. ഓക്കെ, കോൺ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പിരമിഡ് ആണ്. ഓക്കെ, ബേസ് സർക്കിൾ ആയിട്ടുള്ള പിരമിഡ് ആണ് കോൺ. അപ്പോൾ ഒരു പിരമിഡിന്റെ വോളിയം ഓഫ് പിരമിഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം ഓഫ് പിരമിഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/3 ഓഫ് ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മളെ വോളിയം ഓഫ് കോണിന്റെ വോളിയം എന്താണ്? 1/3 ഇൻറ്റു ഏരിയ ഓഫ് ബേസ് എന്നാണ് പൈ ആർ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. അതല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത്. അതേപോലെ lateral surface area അല്ലെങ്കിൽ curved surface area of pyramid will be equal to 1/2 into perimeter of base into height. കോണിന്റെ കേസിൽ എന്താണ്? lateral surface area എന്ന് പറയുന്നത് കോണിന്റെ കേസിൽ curved surface area ആയിരിക്കും, കാരണം lateral surface എന്താണ്? curved ആണ്. അപ്പോൾ curved surface area will be equal to 1/2 of perimeter of base into height അല്ല, സോറി, into height അല്ല, into slant height കേട്ടോ. സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ കോണിന്റെ കേസിൽ 1/2 ഇൻറ്റു പെരിമീറ്റർ ഓഫ് ബേസ് 2πr ഇൻറ്റു സ്ലാൻഡ് ഹൈറ്റ് എൽ. 2 ക്യാൻസൽ ചെയ്യുമ്പോൾ പൈ ആർ എൽ വരും. ഓക്കെ, ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോണിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ഏരിയ ഓഫ് ബേസും അതേപോലെ തന്നെ കർവ് സർഫസ് ഏരിയയും ആഡ് ചെയ്താൽ, ഏരിയ ഓഫ് ബേസ് പ്ലസ് ഏരിയ ഓഫ് കർവ് സർഫസ് ആഡ് ചെയ്താൽ നമുക്കിത് കിട്ടും, ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അതായത് പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ ചെയ്താൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ കോൺ കിട്ടും. ഇത് അപ്പെക്സ്. എന്താണ് സ്ലാൻഡ് ഹൈറ്റ് എന്നുള്ളത്?
സ്ലാൻഡ് ഹൈറ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു സിലിണ്ടറിന് ഒരുപാട് ഫേസ്, ഒരു പിരമിഡിന് ഒരുപാട് ഫേസസ് ഉണ്ടാവും. അതിൽ ഈ ഫേസിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഓപ്പോസിറ്റ് വേർട്ടെക്സിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യം ഓർത്തിരിക്കുക. ഈ ഫേസിൽ നിന്ന് ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരച്ചതും ഇതും സ്ലാൻഡ് ഹൈറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, അതായത് വോളിയം ഓഫ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും നമ്മളെ ബക്കറ്റ്, നമ്മളെ ബക്കറ്റിൻ്റെ ഷേപ്പ്, അതായത് ഒരു ഫുൾ കോണല്ലേ, ഒരു ഫുൾ കോൺ ടോപ്പ് പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ, ഈ പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന പോർഷൻ പറയുന്നവരാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. നമ്മൾ ബക്കറ്റൊക്കെ അല്ലേ, ബക്കറ്റിൻ്റെ വോളിയം ഒക്കെ ചോദിച്ചിട്ട് പണ്ട് സ്കൂളിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രസ്റ്റം ഓഫ് എ കോൺ. ഫ്രസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ റേഡിയസ് ഉണ്ടാവും സ്മോൾ ലെറ്റർ ആർ, അതേപോലെ ടോപ്പിൽ റേഡിയസ് ഉണ്ടാവും കുറച്ച് ചെറുതായിരിക്കും, സ്മോൾ ലെറ്റർ ആർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ ആയിരിക്കും രണ്ട് റേഡിയസസ്. പിന്നെ എന്താണ്? ഈ ഹൈറ്റിന് പറയുന്നവരാണ് സ്ലാൻഡ് ഹൈറ്റ്. പിന്നെ പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്താണ്? ഒറിജിനൽ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ കോണിൻ്റെ ഈ കോണിൻ്റെ പാർട്ട്, ഫ്രസ്റ്റത്തിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πh ഇൻറ്റു r² + r² + rr. ഇതാണ് ഫ്രസ്റ്റത്തിൻ്റെ വോളിയം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, അപ്പോൾ അത് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഫ്രസ്റ്റത്തിൻ്റെ കർവ് സർഫസ് ഏരിയ CSA ഓഫ് ഫ്രസ്റ്റം വിൽ ബി ഈക്വൽ ടു π ഇൻറ്റു r + r ഇൻറ്റു L. ഓക്കെ, പിന്നെ ഇവിടെ വേറെ റിലേഷനുണ്ട്. ഞാൻ ഇങ്ങനെ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ABC എന്ന് മാർക്ക് ചെയ്തു, ട്രയാങ്കിൾ ABC അവിടെ നിന്ന് മാറ്റി വരയ്ക്കണം. ട്രയാങ്കിൾ ABC, ഈ ഡിസ്റ്റൻസ് ഹൈറ്റ്. ഈ BC എന്നുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് ചെറിയ ഡിസ്റ്റൻസ് ആയിട്ടില്ല, ഈ സ്മോൾ ലെറ്റർ ആർ കുറച്ച് കിട്ടുന്ന ഡിസ്റ്റൻസ് അല്ല ഇത്. സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ, എന്നാണ് സ്ലാൻഡ് ഹൈറ്റ്. ഇങ്ങനെ റിലേഷൻ കൂടി ഉണ്ട്. h² + r - r the whole square equal to L². അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രസ്റ്റത്തിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് ബേസ് ഓഫ് എ സിലിണ്ടർ ഈസ് 14 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് കർവ് സർഫസ് ഏരിയ ഈസ് 880 സെൻറ്റിമീറ്റർ. ഇറ്റ്സ് വോളിയം വിൽ ബി 22/7. ഓക്കെ, അപ്പോൾ വോളിയം എന്താണ്? വോളിയം πr²h അല്ലേ. സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം എങ്കിൽ πr²h. വോളിയം എന്താണ്? 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഏതൊക്കെ ഓപ്ഷൻ 11ന്റെ മൾട്ടിപ്പിൾ ആണ് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം പൈ ഉള്ളത് കൊണ്ട് വോളിയം 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 3 + 8 11, 11 - 0 ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. 12, 12 - 1 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇതും 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ആ ട്രിക്ക് വർക്ക് ആവില്ല. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെക്കാം, എന്നിട്ട് ഒറിജിനലി ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് വെർബലി ചെയ്യാൻ നോക്കിയാലോ? ജസ്റ്റ് വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്താലോ? ജസ്റ്റ് ഒറ്റ കാര്യം മാത്രം ഞാൻ എഴുതുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് സർക്കിളിൻ്റെ റേഡിയസ്, പെരിമീറ്റർ, ഏരിയ. ഓക്കെ, ഇതൊന്ന് വെർബലി ചെയ്ത് നോക്കാം, വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ചെയ്ത് നോക്കാം. ദ റേഡിയസ് ഓഫ് ബേസ് ഓഫ് എ സിലിണ്ടർ ഈസ് 14 സെൻറ്റിമീറ്റർ. ഇറ്റ്സ് കവേർഡ് സർഫസ് ഏരിയ ഈസ് 880 സെൻറ്റിമീറ്റർ². ഒരു സിലിണ്ടറിൻ്റെ കവേർഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? കവേർഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ എന്നാൽ പെരിമീറ്റർ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓർത്തിരിക്കുക, പെരിമീറ്റർ ഓഫ് ബേസിൻ്റെ ഹൈറ്റാണ് കവേർഡ് സർഫസ് ഏരിയ. അപ്പോൾ ഇവിടെ റേഡിയസ് എന്താണ്? റേഡിയസ് 14. ബേസിൻ്റെ റേഡിയസ് 14 ആണ്. ബേസ് ഒരു സർക്കിളാണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് 2 ടൈംസ് ആകുമ്പോൾ, സ്റ്റാൻഡേർഡ് സർക്കിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേഡിയസ് 2 ടൈംസ് ആകുമ്പോൾ പെരിമീറ്റർ 2 ടൈംസ് ആകും. കവേർഡ് സർഫസ് ഏരിയ ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. പെരിമീറ്റർ എന്താണ്? 88 ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഹൈറ്റിൻ്റെ വാല്യൂ എന്താണ്? ഹൈറ്റിൻ്റെ വാല്യൂ 10 ആണ്. ഓക്കെ, ഇറ്റ്സ് വോളിയം, സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? πr² ഇൻറ്റു h. ഓക്കെ, അതായത് ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ബേസ് 154 സ്റ്റാൻഡേർഡ് സർക്കിളിൻ്റെ. റേഡിയസ് 2 ടൈംസ് ആകുമ്പോൾ ഏരിയ ഓഫ് ബേസ് 4 ടൈംസ് ആവും. ഓക്കെ, അപ്പോൾ 154 × 4 × 10. അപ്പോൾ എൻ്റെ ഡിജിറ്റ് 0 വരും, അതിൻ്റെ മുമ്പുള്ള ഡിജിറ്റ് 4 × 4 6 വരും. ഓക്കെ, അല്ലെങ്കിൽ 154 × 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 614 കാണുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ വെർബലി ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, അപ്പോൾ ഞാനിത് ജസ്റ്റ് എഴുതി കാണിച്ചു തരാം. ഇനി വെർബലി മനസ്സിലാകാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ CSA സിലിണ്ടർ, കവേർഡ് സർഫസ് ഏരിയ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. പെരിമീറ്റർ ഓഫ് ബേസ് എന്താണ്? ഇവിടെ റേഡിയസ് 14 ആണ്, അതായത് 2 ടൈംസ് ആയി റേഡിയസ് 2 ടൈംസ് ആകുമ്പോൾ
പെരിമീറ്ററും 2 ടൈംസ് ആവും. അപ്പോൾ പെരിമീറ്റർ എന്താണ് 88 ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 8 ക്യാൻസൽ ചെയ്യുമ്പോൾ h ഈക്വൽ ടു 10 എന്ന് കിട്ടും. വോളിയം എന്താണ്? വോളിയം ഈക്വൽ ടു ഏരിയ ഓഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഏരിയ ഓഫ് ബേസ് 154, അത് 4 ടൈംസ് ആവും. റേഡിയസ് 2 ടൈംസ് ആകുമ്പോൾ 154 ഇൻറ്റു 4 ടൈം 154 ഇൻറ്റു 4 ഇൻറ്റു എച്ച് എന്താണ് 10. അപ്പോൾ 154 ഇൻറ്റു 4 എന്താണ് 616 ഇൻറ്റു 10. ഓക്കെ, ഇത്രേ ഉള്ളൂ. ശരിക്കും വെർബലി ചെയ്യാൻ പറ്റും, വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ ചെയ്യാൻ പറ്റും. ഓക്കെ, മൈൻഡിൽ ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ മതി. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അങ്ങനത്തെ ഈസി ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 88 എന്ത് ഈസി ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അതൊക്കെ വെർബലി ചെയ്യാൻ നോക്കാം. അടുത്തത് a 9 centimeter solid metallic cube and a small metallic cuboid having dimension 5 centimeter, 30 centimeter, 31 centimeter are melted and recast into a single cube. What is the total surface area of a new cube? ഒരു ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ക്യൂബ് എന്ന് എന്താണ് 6a² ആണ് അല്ലേ. അപ്പോൾ ഉത്തരം എന്താണ് 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 6ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ഓപ്ഷൻ എലിമിനേറ്റ് ആയിരിക്കും. പിന്നെ ഏതൊക്കെയുള്ളത്? 2 4 2 4 എന്ന് പറഞ്ഞാൽ 6 11 17. ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഈ ഓപ്ഷൻ 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, പോസിബിൾ ആണ്. ഓപ്ഷൻ സി പോസിബിൾ ആണ്. അടുത്ത ഓപ്ഷൻ ഡി, ഇത് 3ൻ്റെ മൾട്ടിപ്പിൾ ആണ്, ഇതും പോസിബിൾ ആണ്. അപ്പോൾ അത് ചെയ്ത് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഒറ്റ ഓപ്ഷൻ മാത്രം 3ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് നമുക്ക് ഉത്തരം മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? എ സോളിഡ് മെറ്റാലിക് ക്യൂബിൻ്റെ ഒരു ക്യൂബാണ് അസ്യൂം ചെയ്യുക കേട്ടോ. ഓക്കെ, ക്യൂബ് അതേപോലെ ഒരു ക്യൂബോയിഡ്. ഓക്കെ, ഇതിൻ്റെ ഡയമെൻഷൻസ് ഉണ്ട്. ഇത് രണ്ടും മെൽറ്റ് ചെയ്തിട്ട് റീകാസ്റ്റ് ചെയ്തിട്ട് വേറെ ഒരു ക്യൂബാക്കി. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു ബിഗർ ക്യൂബ് ആക്കിട്ടോ. കുറച്ച് സ്മോളായി പോയി, എന്നാലും ബിഗർ ക്യൂബാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ 2 ക്യൂബിൻ്റെയും വോളിയം ആയിരിക്കും മൂന്നാമത്തെ ബിഗർ ക്യൂബിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്യൂബിൻ്റെ വോളിയം 9 സെൻറ്റിമീറ്റർ സൈഡിലെ ക്യൂബിൻ്റെ വോളിയം എന്താണ്? സൈഡിൻ്റെ ക്യൂബ് A ക്യൂബ് 729 ആണ് ക്യൂബിൻ്റെ വോളിയം. ക്യൂബിൻ്റെ വോളിയം അതേപോലെ ക്യൂബിൻ്റെ വോളിയം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, എല്ലാവർക്കും അറിയുന്ന വിചാരിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, 729. അതേപോലെ തന്നെ ക്യൂബോയിഡിൻ്റെ വോളിയം 5 13 31 സൈഡ്സുള്ള ക്യൂബോയിഡിൻ്റെ വോളിയം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് 5 × 13 × 31 ഈക്വൽ ടു ബിഗർ ക്യൂബിൻ്റെ വോളിയം എന്താണ്? A ക്യൂബ്. ചെയ്ത് നോക്കേണ്ടി വരും അല്ലേ. 5 × 13 65, 65 × 31 65, 195. അപ്പോൾ എത്ര വരും? 5 2015 + 729. ഓക്കെ, അപ്പോൾ A ക്യൂബ് വിൽ ബി ഈക്വൽ ടു 2744. 2744 എന്തിൻ്റെ ക്യൂബാണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും. എന്തിൻ്റെ ക്യൂബാണ് 2744? S14 ക്യൂബാണ് 2744. നിങ്ങൾ ശരിക്ക് 1 തൊട്ട് 30 വരെയുള്ള ക്യൂബ്സ് ബൈഹേർട്ട് ചെയ്യണം. ഭയങ്കര യൂസ്ഫുൾ ആണ്. 1 തൊട്ട് 30 വരെ ബൈഹേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും 1 തൊട്ട് 20 വരെ ബൈഹേർട്ട് ചെയ്യാം. പിന്നെ 21, അതേപോലെ 22, 25, 27, 26 ഇതൊക്കെ ബൈഹേർട്ട് ചെയ്യാം. ഓക്കെ, ഇത് ബൈഹേർട്ട് ചെയ്താൽ മോസ്റ്റ്ലി SICൻ്റെ കേസിലൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ബൈഹേർട്ട് ചെയ്താൽ 30 വരെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കും. 1 തൊട്ട് 20 വരെ പഠിക്കാം. പിന്നെ 21, 22, 25, 27, 26 ഇത് പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? 14ൻ്റെ ക്യൂബാണ് 2744. അപ്പോൾ A ഈക്വൽ ടു 14. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് വിൽ ബി 6 × 14². ഓക്കെ, 6 × 196, എൻ്റെ ഡിജിറ്റ് 6 ഓപ്ഷൻ ഡി. ഓക്കെ, the area of 3 adjacent faces of a cuboidal tank are 3 meter square, 12 meter square and 16 meter square. The capacity of the tank in liters. ഇത് ലെങ്ത് ആണ്, ഇത് ബ്രെഡ്ത്ത് ആണ്, ഇത് ഹൈറ്റ് ആണ്. ഓക്കെ, ഇതിന് 3 ഫേസസ് ഉണ്ട്. 3 അഡ്ജസൻറ്റ് ഫേസസിൻ്റെ ഏരിയാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ L × B, ഒന്ന് L × B ഈ ഫേസ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്, അതിൻ്റെ ഏരിയ എന്താണ്? ഇഷ്ടമുള്ള എടുക്കാം. 3 മീറ്റർ സ്ക്വയർ എടുത്തു. അടുത്തത് ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റ്, ഇതൊരു അഡ്ജസൻറ്റ് ഫേസ് ആണ്. ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റിൻ്റെ വാല്യൂ എന്താണ്? 12.
അതേപോലെ ഈ ഫ്രണ്ടിലുള്ള ഈ ഒരു ഫേസ് ലെങ്ത് ഇൻറ്റു ഹൈറ്റ് വിൽ ബി ഈക്വൽ ടു 16. ഇത് എങ്ങനെ എടുക്കാം കേട്ടോ, എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ 3 ഇക്വേഷൻസിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. 1, 2, 3 3 ഇക്വേഷൻ്റെ പ്രൊഡക്റ്റ് ചെയ്തു. 1 ഇൻറ്റു 2 ഇൻറ്റു 3 ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക? എൽ ബി ഇൻറ്റു ബി എച്ച് ഇൻറ്റു എൽ എച്ച് ഈക്വൽ ടു 3 ഇൻറ്റു 12 ഇൻറ്റു 16. ഓക്കെ, അപ്പോൾ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഇൻറ്റു ഹോൾ സ്ക്വയർ ഈക്വൽ ടു 36 ഇൻറ്റു 16 അല്ലേ? കണ്ടുപിടിക്കുന്നത് എന്താണ്? ദ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഇൻ ലിറ്റേഴ്സ്. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയാണ്, വോളിയം ഓഫ് ടാങ്ക് ഇൻ ലിറ്റേഴ്സ്. ആദ്യം നമുക്ക് മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കാം. അതാണ് ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യം. അപ്പോൾ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ക്യൂബോയിൻ്റെ വോളിയം. അപ്പോൾ എൽ ബി എച്ചിൻ്റെ കാര്യം എന്തായിരിക്കും? റൂട്ട് 36 ഇൻറ്റു 16. എല്ലിൻ്റെ ബി ഇൻറ്റു എച്ച് 36 ഇൻറ്റു 16. 36ൻ്റെ റൂട്ട് എന്താണ്? 36 റൂട്ട് 6. അതേപോലെ തന്നെ 16ൻ്റെ റൂട്ട് 4. അപ്പോൾ 24 മീറ്റർ ക്യൂബാണ് നമ്മുടെ വോളിയം. അപ്പോൾ ഇവിടെ ചിന്തിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു റിലേഷൻ ആക്കിയിട്ട് വേണമെങ്കിൽ പഠിച്ചു നോക്കാം. അതായത് 3 സൈഡ്സിൻ്റെ 3 അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ഏരിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിചാരിക്കാം. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡിൻ്റെ 3 അഡ്ജസൻറ്റ് സൈഡ്സിൻ്റെ ഏരിയ തന്നിട്ടുണ്ടെങ്കിൽ വോളിയം ഓഫ് ക്യൂബോയിഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് A1 ഇൻറ്റു A2 ഇൻറ്റു A3. ഇത് റിസൾട്ടായിട്ട് കൊടുത്തേക്കുക. A1 A2 A3 എന്ന് പറഞ്ഞാൽ 3 അഡ്ജസൻറ്റ് ഫേസസിൻ്റെ ഏരിയാസാണ്. അത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 24 മീറ്റർ ക്യൂബ് കിട്ടി. പക്ഷെ ചോദിച്ചിട്ടുള്ള ഉത്തരം ദ കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഇൻ ലിറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യം 1 മീറ്റർ ക്യൂബ് ഈക്വൽ ടു 1000 ലിറ്റർ. ഇത് ഓർത്തിരിക്കുക, അതൊരു കൺവേർഷനാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളോട് 1000 ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ 1 മീറ്റർ ലെങ്ത്തും 1 മീറ്റർ ബ്രെഡ്ത്തും 1 മീറ്റർ ഹൈറ്റുമുള്ള ഒരു ക്യൂബോയിഡ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി, ആ ടാങ്കിൻ്റെ വോളിയം എന്തായിരിക്കും? 1000 ലിറ്റർ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതോട് ഉദ്ദേശിച്ചുള്ളത്. 1 മീറ്റർ ക്യൂബ് ഈക്വൽ ടു 1000 ലിറ്റർ. അതാണ് ഈ കൺവേർഷൻ കൊണ്ട് ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ 24 മീറ്റർ ക്യൂബ് കിട്ടി. അപ്പോൾ ഇത് ലിറ്ററിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ 24 ഇൻറ്റു 1000 ലിറ്റർ 24,000. ഓപ്ഷൻ ഡി. അടുത്തത് ദ റേഡിയസ് ഓഫ് 2 റൈറ്റ് സർക്കുലർ സിലിണ്ടേഴ്സ് ആർ ഇൻ ദ റേഷ്യോ 3:2 ആൻഡ് ദർ വോളിയംസ് ഈസ് 27:16 ദ റേഷ്യോ ഓഫ് ദർ ഹൈറ്റ്സ്. അപ്പോൾ നമ്മൾ വോളിയം, സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? πr²h ആണ്. 2 സിലിണ്ടർ ഉണ്ട്, ഒരു ബിഗർ സിലിണ്ടർ ഉണ്ട്, അതേപോലെ സ്മോളർ സിലിണ്ടർ ഉണ്ട്. അപ്പോൾ 2 സിലിണ്ടറിൻ്റെ വോളിയം, ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ എല്ലാ ഡയമെൻഷനും ഞാൻ 1 എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ πr1² ഇൻറ്റു h1 ആണ് ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ വോളിയം. രണ്ടാമത്തെ സിലിണ്ടർ വോളിയം π ഇൻറ്റു r2² ഇൻറ്റു h2. ഓക്കെ, അപ്പോൾ 2 സിലിണ്ടേഴ്സിൻ്റെ വോളിയം 27:16 ആണ് റേഷ്യോ എന്നുള്ളത്. 27/60. പൈ ക്യാൻസൽ ചെയ്തു. ഒന്നാമത്തെ സിലിണ്ടറിൻ്റെ റേഡിയസ് 3 ആണ്, രണ്ടാമത്തിൻ്റെ 2 ആണ്. അപ്പോൾ ഇവിടെ 3² ഡിവൈഡഡ് ബൈ 2² കൊടുക്കേണ്ടി വരും ഇൻറ്റു h1/h2. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ h1/h2 വിൽ ബി ഈക്വൽ ടു 27 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 16. ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുക. 4ഉം 16 ക്യാൻസൽ ചെയ്യുക. 4 9ഉം 27 ക്യാൻസൽ ചെയ്യുമ്പോൾ 3 വരും. അപ്പോൾ 3/4. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് എ സോളിഡ് ലെഡ് സ്പിയർ of radius 11 cm is melted and recasted into small solid spheres of radius 2 cm each. How many maximum number in integer of such spheres can be made? അപ്പോൾ ഒരു ബിഗർ സ്പിയർ, അതിൻ്റെ റേഡിയസ് 11 സെൻറ്റിമീറ്റർ ആണ്. ബിഗർ സ്പിയറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 ഇൻറ്റു π ഇൻറ്റു 11 ക്യൂബാണ് ബിഗർ സ്പിയറിൻ്റെ വോളിയം. ഈക്വൽ ടു ഇത് മെൽറ്റ് ചെയ്തിട്ട് n നമ്പർ ഓഫ് സ്മോളർ സ്പിയേഴ്സ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഈക്വൽ ടു n ഇൻറ്റു 4/3 ഇൻറ്റു π ഇൻറ്റു 2 ക്യൂബ്. 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സ്പിയേഴ്സ് ഉണ്ടാക്കി എന്ന് പറയുന്നത്. അതായത് 2 സ്പിയേഴ്സിൻ്റെയും വോളിയം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് മറ്റേ സ്പിയറല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ മെൽറ്റ് ചെയ്തുണ്ടാക്കുമ്പോൾ 2 സ്പിയേഴ്സിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. ഇവിടെ 2 സൈഡിലുള്ള 4/3 π ക്യാൻസൽ ചെയ്താൽ n ഈക്വൽ ടു 11 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ്. ഓക്കെ, ഇത് ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ
ബിഗ് ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ സ്മോൾ ആർ ക്യൂബ്. ഇത് ഡയറക്റ്റ് കണ്ടുപിടിച്ചാൽ മതി ഈ ഒരു കേസിൽ, വോളിയത്തിൻ്റെ കേസിൽ. അപ്പോൾ ഇത് ജസ്റ്റ് അതെങ്ങനെ വരുന്നതെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഇക്വേഷനൊക്കെ എഴുതി തന്നത്. ജസ്റ്റ് ആർ ക്യൂബ് ബൈ ആർ ക്യൂബ് കണ്ടുപിടിച്ചാൽ മതി. ഇത് ഒരുപാട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ടായിരുന്നു. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ 11 ക്യൂബ് ബൈ 2 ക്യൂബ്. 11 ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 11 ക്യൂബ് 1331 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ ഇതെന്തായാലും കംപ്ലീറ്റ് ഡിവിസിബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടിരിക്കും. ഹൗ മെനി മാക്സിമം നമ്പർ ഇൻ ഇൻഡിജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടെ വേസ്റ്റ് ആയി പോകും. കറക്റ്റ് ഇൻഡിജർ ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഡിവൈഡ് ചെയ്ത് വെക്കുക. ഡിവൈഡ് ചെയ്ത് വെക്കുമ്പോൾ 8 13 1 ടൈംസ് 5 53 53 ആകുമ്പോൾ 6 160 സംതിങ് ആണ്. ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the volume of the sphere is 4851 centimeter cube, then its surface area in centimeter square is pi equal to 22/7. Pi equal to 22/7 അല്ല. അപ്പോൾ 11 മൾട്ടിപ്പിൾ ആണ് ചെക്ക് ചെയ്യുക. 22/7 ഏതെങ്കിലും ഓപ്ഷനിൽ 11 മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നോക്കുക. 11 മൾട്ടിപ്പിൾ ആണോ? അല്ല. ഒന്നാമത്തെ ഓപ്ഷൻ 10 13 11 മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ 3 3 11 ഇത് 11 മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രക്ഷപ്പെട്ടു. ഇത് CPO 2007 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 11 മൾട്ടിപ്പിൾ ആണ്. കാരണം സർഫസ് ഏരിയ, ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. 4πr² പൈ എന്നുള്ള ടേം ഉണ്ട്. പൈ എന്താണ്? പൈ 11 മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഉത്തരം എന്തായിരിക്കും? 11 മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. CPO 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടോ? അതിന് മുമ്പും സെയിം വാല്യൂ വെച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ വേറെ ഏതൊരു എക്സാം ചോദിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ ഉണ്ട്. അപ്പോൾ ഇത് വേറെ ഐഡിയ കൂടി ഉണ്ട്. ഇപ്പോൾ ഇൻ കേസ് 2 ഉത്തരം 11 മൾട്ടിപ്പിൾ ആണെന്നുണ്ട്, വേറെ ഒരു ഐഡിയ കൂടി ഇതിൽ വരുന്നുണ്ട്. ആ ഐഡിയ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്പിയറിൻ്റെ വോളിയം 4/3 πr³. ഞാൻ പറയുന്നു സ്പിയറിൻ്റെ വോളിയം ഒരു ഇൻറ്റിജർ വാല്യൂ, ഒരു നാച്ചുറൽ നമ്പർ. ഓക്കെ, ഒരു നാച്ചുറൽ നമ്പറാണ് വാല്യൂ എന്ന് വിചാരിക്കാം. ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലുമൊക്കെ സ്പിയറിൻ്റെ വോളിയം ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ, ഞാൻ പറയുന്നു സ്പിയറിൻ്റെ വോളിയം വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 9. സ്പിയറിൻ്റെ വോളിയം 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഉറപ്പിച്ച് പറയുന്നു, സ്പിയറിൻ്റെ വോളിയം 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതിൻ്റെ കാരണം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതേപോലെ സ്പിയറിൻ്റെ റേഡിയസ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സ്പിയറിൻ്റെ വോളിയം ഒരു ഇൻറ്റിജർ ആവുന്ന കേസിലാണ് പറയുന്നത്. വോളിയം ഒരു നാച്ചുറൽ നമ്പർ ആവുന്ന കേസിലാണ് പറയുന്നത്. വോളിയം ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേക്കണം, വോളിയം ഒരു നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ സ്പിയറിൻ്റെ വോളിയം ഒരു 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. സ്പിയറിൻ്റെ റേഡിയസ് ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. 4/3 πr³ ആണ് സ്പിയറിൻ്റെ വോളിയം. എഴുതി നോക്കാം. 4/3 പൈ എന്താണ്? 22/7. അപ്പോൾ ഇത് ഒരു നാച്ചുറൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഫ്രാക്ഷൻ അല്ലാത്തൊരു സംഖ്യ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ അല്ലാത്തൊരു സംഖ്യ ആണെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിലുള്ള ഈ 3 ക്യാൻസൽ ചെയ്ത് പോകണം. ഈ 3 ക്യാൻസൽ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ പൈ എന്ന ടേമിൽ 3 ഇല്ല. ഓക്കെ, മാത്രമല്ല പിന്നെ ഈ 3 എവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോവുക? ആകെ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, റേഡിയസ് എന്നായിരിക്കും 3 ക്യാൻസൽ ചെയ്ത് പോവുക. അപ്പോൾ റേഡിയസ് എന്തായാലും 3ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കണം. റേഡിയസ് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ 3k എന്ന് മാർക്ക് ചെയ്തു റേഡിയസിന്. 3kന്റെ ക്യൂബ് ഉണ്ടാവും. ഓക്കെ, 4/3 പൈ ഇൻറ്റു 3kന്റെ ക്യൂബ്. 3kന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 9³ × k³. k എന്തെങ്കിലും ആയിക്കോട്ടെ, k മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ 9³ അല്ല, 3³ എന്ന് പറഞ്ഞാൽ 27. മാറിപ്പോയതാണ്. അപ്പോൾ 3യും 27 ക്യാൻസൽ ചെയ്താൽ ബാക്കി 9 വരും. അപ്പോൾ സ്പിയറിൻ്റെ വോളിയം 4π × 9k³ എന്ന് വന്നു. 9 ഉണ്ടോ? അതിനകത്ത് എന്താ? വോളിയം വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 9. മാത്രമല്ല റേഡിയസ് വിൽ ബി മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ദെൻ ഇറ്റ്സ് സർഫസ് ഏരിയ. സ്പിയറിൻ്റെ സർഫസ് ഏരിയ എന്താണ്? 4πr². ഓക്കെ, 4π × 3 × k², 3k², അതായത് 4π × 9k². ശ്രദ്ധിച്ചോ, ഏരിയ എന്താണ്? 9ന്റെ മൾട്ടിപ്ലൈ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ വിൽ ബി എ മൾട്ടിപ്പിൾ ഓഫ് 9. ഇതിൽ ഏത് ഓപ്ഷനാണ് ടോട്ടൽ സർഫസ് ഏരിയ 9ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്ത് നോക്കാം. 9 കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിജിസം എന്താണ്? 4. അപ്പോൾ ഇതല്ല. 8 എന്താണ്? 9. 6 + 2 എന്താണ്? 8. അപ്പോൾ ഇതും 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 7 + 2 9, കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 4 + 1 5, ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ ഡി 8 + 1 9,
അവോയ്ഡ് ചെയ്യാം. 6+3 9. അപ്പോൾ ഇത് 9ൻ്റെ മൾട്ടിപ്പിളാണ്. ഇത് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഐഡിയ ഓർത്തിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് ഓർത്തിരിക്കുക. ചില കേസിലൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ പെട്ടെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഉത്തരം 9ൻ്റെ മൾട്ടിപ്പിളാണെന്ന് നോക്കിയിട്ട് കണ്ടെത്താൻ പറ്റും. ഇതല്ലാന്നുണ്ടെങ്കിൽ 4/3 πr³ വെച്ചിട്ട് റേഡിയസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ 4πr² വെച്ചിട്ട് ആണ് സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അത്രയും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അടുത്തത് എ സ്പെറിക്കൽ മെറ്റാലിക് ഷെൽ ഓഫ് 6 cm, external radius, weight 6688 gram. What is the thickness of the shell if the density of the metal is 10.5 gram per centimeter cube? അവിടെ എന്താ തന്നിട്ടുള്ളത്? അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് ഫിസിക്സ് അറിയണം കേട്ടോ. നമ്മൾ ഫിസിക്സിൽ നമ്മൾ പഠിച്ചില്ലേ, മാസ് ബൈ വോളിയം ഈക്വൽ ടു ഡെൻസിറ്റി. ഓക്കെ, അത് വെച്ചിട്ട് അത് ചെയ്യേണ്ടത്. ഇത് 2019 ഞാൻ ഇത് ഷിഫ്റ്റ് ചെയ്ത് ചൂസ് ചെയ്യുന്നത് 2019 മെയിൻസിൽ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യാം. മാസ് ബൈ വോളിയം ഈക്വൽ ടു ഡെൻസിറ്റി. സ്പിയറിൻ്റെ വോളിയം, ഇവിടെയുള്ള സ്പിയർ എന്താണ്? ഒരു ഹോളോ സ്പിയർ ആണ്. സ്പെറിക്കൽ മെറ്റാലിക് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഹോളോ സ്പിയർ ആണ്. അതിൻ്റെ തിക്നെസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വോളിയം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് എന്താ തന്നിട്ടുള്ളത്? നമ്മൾ തന്നിട്ടുള്ളത് എക്സ്റ്റേണൽ റേഡിയസ്. ഇതിൻ്റെ എക്സ്റ്റേണൽ റേഡിയസ് തന്നിട്ടുണ്ട്. എക്സ്റ്റേണൽ റേഡിയസ് 6 തന്നിട്ടുണ്ട്. ഇന്റേണൽ റേഡിയസ് ഞാൻ സ്മോൾ ലെറ്റർ R ആക്കി എടുത്തു. അപ്പോൾ ഈ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ 4/3 × π × 6³ - R³ ആണ് ഷെല്ലിൻ്റെ വോളിയം. ഓക്കെ, വിൽ ബി ഈക്വൽ ടു, ഷെല്ലിൻ്റെ വോളിയം നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്, അതേപോലെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട് ഷെല്ലിൻ്റെ. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി എന്നാൽ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. വോളിയം മാസ് എന്താണ്? 6688 gram ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി 21/2. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 4/3 × 22/7 equal to 6688 × 2 divided by 21. 21 ക്യാൻസൽ ചെയ്തു. ഈ 2ഉം 22 ക്യാൻസൽ ചെയ്തു, ബാക്കി 11 ഉണ്ട്. ഈ ടേമിനെ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ ഇവിടെ R³ - R³ ഉണ്ട് കേട്ടോ. 6³ - R³ ഉണ്ട്, ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ, 11 6688 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ വരിക? 11 6 times, 8 0 times, 8 8 times. ഓക്കെ, ബാക്കി 608നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 152, 152. അപ്പോൾ 6³ - R³ ഈക്വൽ ടു 152. R³ ഈക്വൽ ടു 216 - 152 ഈക്വൽ ടു 64 കിട്ടും. R³ 64 ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ എന്താണ്? ആറിൻ്റെ വാല്യൂ 4. സ്മോൾ റേഡിയസിൻ്റെ വാല്യൂ എന്താണ്? 4 കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ തിക്നെസ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 6 - 4 2 cm. ഓപ്ഷൻ എ. ഓക്കെ, എന്താണ് വീണ്ടും തന്നെ ഒന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹൈറ്റ് ഓഫ് എ സോളിഡ് സിലിണ്ടർ ഈസ് 30 cm and the radius of its base is 10 cm. Two identical holes of 5 cm, radius 5 cm and height 12 cm are drilled out. What is the total surface area of the remaining solid? ഇവിടെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു? ശരിക്കും സിലിണ്ടർ ആണെന്ന് പറയണം. 2 ഐഡന്റിക്കൽ ഹോൾസ് എന്ന് പറയുന്നത് ശരിക്കും സിലിണ്ടറിക്കൽ ഹോൾസ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയണം. അല്ലാതെ ഐഡന്റിക്കൽ ഹോൾസ് ഓഫ് റേഡിയസ് 5 cm ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാരിറ്റി ഉണ്ട്. എന്നാലും മനസ്സിലാക്കുക സിലിണ്ടറിക്കൽ ഹോൾസ് ആണ് ഇവർ ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. 2 സൈഡിൽ നിന്നും 2 സിലിണ്ടറിക്കൽ ഹോൾസ് ഡ്രില്ല് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തതിൽ തെറ്റുണ്ടായിരുന്നു കേട്ടോ. ഞാൻ PDF അയച്ചപ്പോൾ ഓപ്ഷൻസ് കൊടുത്തതിൽ തെറ്റുണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഇവിടെ സോളിഡ് സിലിണ്ടർ ഹൈറ്റ് ഓഫ് സോളിഡ് സിലിണ്ടർ ആണ് 30 cm. അപ്പോൾ ബിഗ് സിലിണ്ടറിൻ്റെ ഹൈറ്റ് 30 cm ആണ്. ബിഗ് സിലിണ്ടറിൻ്റെ റേഡിയസിൻ്റെ ബേസിൻ്റെ റേഡിയസ് എന്താണ്? 10 cm ആണ്. സ്മോൾ സിലിണ്ടറിൻ്റെ റേഡിയസ് ഓഫ് ബേസ് 5 cm ആണ്. സ്മോൾ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്താണ്?
12 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് റിമൈനിങ് സോളിഡ്? റിമൈനിങ് സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഏരിയാസ് ഉണ്ടാവും? ഒന്ന്, ബിഗ് സിലിണ്ടറിൻ്റെ കർവ് സർഫസ് ഏരിയ ഉണ്ടാവും, ഈ കർവ് സർഫസ് ഏരിയ. പിന്നെ എന്തുണ്ടാവും? ബിഗ് സിലിണ്ടറിൻ്റെ കേസിൽ ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ ഈ ഒരു ഏരിയ, ഈ ഒരു സർക്കുലർ ഏരിയ ഡ്രില്ല് ചെയ്തുകൊണ്ട് ഈ സർക്കുലർ ഏരിയ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സർക്കുലർ ഏരിയ ഒഴിവാക്കി പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഒരു ബേസ് ഇല്ലേ, ഈ ഒരു ബേസ് ഇല്ലേ, ഈ ഒരു ഏരിയ നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ആഡ് ചെയ്യണ്ടേ? ആ ഏരിയ തന്നെയല്ലേ ഇവിടെ ഏരിയ. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയ ഏരിയ ഈ ഒരു ഏരിയ ആഡ് ചെയ്യുമ്പോൾ, ഈ ഒരു ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതും കൂടി ഇൻക്ലൂഡഡ് ആവും. അതേപോലെ തന്നെ ഇവിടെ ഈ ഏരിയ ക്യാൻസൽ ചെയ്ത് പറ്റില്ലേ. പക്ഷേ ഇവിടെയുള്ള ഏരിയ, ഈ ഏരിയ നമ്മൾ വോളിയം കണ്ടുപിടിക്കുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണ്ടേ, കാരണം ഇവിടെ ഒരു സ്പേസ് ഉണ്ടാവുമല്ലോ, ഒരു ഏരിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈ ക്യാൻസൽ ചെയ്ത ഏരിയ, ഇത് ഏരിയയും സെയിം തന്നെയല്ലേ, ഇവിടെ ഈ ബേസിലുള്ള ഏരിയ സെയിം തന്നെയല്ലേ. അപ്പോൾ നമ്മൾ സിലിണ്ടറിൻ്റെ റിക്വയർഡ് ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ സിലിണ്ടറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എടുക്കാം. ബിഗ് സിലിണ്ടറിൻ്റെ TSA എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, പ്ലസ് പിന്നെ എന്താ ബാക്കിയുള്ള കൗണ്ട് ചെയ്യേണ്ട ഏരിയ? ഇവിടെ ഈ സ്മോൾ സിലിണ്ടറിൻ്റെ കർവ് സർഫസ് ഏരിയ ഉണ്ടാവും. അപ്പോൾ 2 × CSA സ്മോൾ സിലിണ്ടർ. ഓക്കെ, TSA ഓഫ് ബിഗ് സിലിണ്ടർ 2πr × r + h, 2πr × r + h പ്ലസ് CSA 2 × CSA ഓഫ് സ്മോൾ സിലിണ്ടർ. ഓക്കെ, 2πr എന്താണ് തന്നിട്ടുള്ളത്? ബിഗ് സിലിണ്ടറിൻ്റെ r തന്നിട്ടുള്ളത് 10 × 10 + 30. അപ്പോൾ ഇത് എത്ര കിട്ടും? 40, 80, 800 π പ്ലസ് 2 × CSA ഓഫ് സ്മോൾ സിലിണ്ടർ. 2 × CSA ചെറിയ സിലിണ്ടറിൻ്റെ CSA എന്താണ്? കർവ് സർഫസ് ഏരിയ. 2 × π × റേഡിയസ് എന്താണ്? റേഡിയസ് 5 ആണ്, ഹൈറ്റ് 12. 12 × 5 = 60, 240 പ്ലസ് 240 π, 1040 π. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question: The cover surface area of a cylinder is 3696 centimeter square. Its height is 3 times its radius. Capacity of the cylinder. സിലിണ്ടറിന്റെ കപ്പാസിറ്റി വെച്ചിട്ടുള്ളത് in liters. ഇത്ര മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം എന്താണ്? πr²h ആണ്. πr²h എപ്പോഴും എന്തായിരിക്കും? 11 മൾട്ടിപ്പിൾ ആയിരിക്കും. 11 മൾട്ടിപ്പിൾ ഏതൊക്കെ? 11 മൾട്ടിപ്പിൾ 6, 3, 8, 11, 11 - 7. ഇത് 11 മൾട്ടിപ്പിൾ അല്ല. ഇത് 1 + 0 + 8 + -9 + 0. ഇത് 11 മൾട്ടിപ്പിൾ ആണ്. അടുത്തത് 9, 9 - 14, 11 മൾട്ടിപ്പിൾ അല്ല. 10, 12, 5, 12, 12 - 12, 0. ഇത് 11 മൾട്ടിപ്പിൾ ആണ്. നമ്മളെ ഗസ് വർക്കായിട്ടില്ല. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്ത് നോക്കേണ്ടി വരും, എന്താ ഉത്തരം എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ദ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ റൈറ്റ് സിലിണ്ടർ ഈസ് 3696. ഹൈറ്റ് ഈസ് 3 times the radius. അപ്പോൾ ഹൈറ്റ് ഈസ് = 3k. റേഡിയസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? k അല്ലേ? ഇവിടെ വേണമെങ്കിൽ 7ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ പറ്റുമോ? 7ന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം എന്താ? ജസ്റ്റ് അത് ചെയ്തു പോകുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇത് 7ന്റെ മൾട്ടിപ്പിളാണ് ചെക്ക് ചെയ്തോക്കാം. 14, 14, 50, 50 ആകുമ്പോൾ 49, 10, 10 ആകുമ്പോൾ 3 റിമൈൻഡർ 38. ഇത് 11ന്റെ മൾട്ടിപ്പിൾ അല്ല, സോറി 7ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 7ന്റെ മൾട്ടിപ്പിൾ എങ്ങനെ വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ k. റേഡിയസിൻ്റെ വാല്യൂ k ആണ്. കർവ്ഡ് സർഫസ് ഏരിയ 2πrh, 2 × π എന്താണ്? 22/7 ഇൻറ്റു റേഡിയസ് എന്താണ്? റേഡിയസ് k ഇൻറ്റു ഹൈറ്റ് എന്താണ്? 3k ഈക്വൽ ടു 3696. എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? 3 × 2 6 അല്ലേ? 6 ഒന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. 36 6 ഉണ്ട്, 9 1 ഉണ്ട്, 36 6 ഉണ്ട്, 616. 22 ക്യാൻസൽ ചെയ്ത് നോക്കാം. 22 എത്ര ടൈംസ് ഉണ്ട്? 61, 22, 4, 5 ടൈംസ് എത്ര? 4, 22 × 3, 2, 44. 11 ഡിവൈഡ് ചെയ്യല്ലേ, അതാണ് ഒന്നും എളുപ്പം. 11 ഡിവൈഡ് ചെയ്യുമ്പോൾ 56 കിട്ടും.
പിന്നെ ബാക്കി ഇവിടെ 2 ഇല്ലേ, ആ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 28 കിട്ടും. അപ്പോൾ കെ സ്ക്വയർ ഈക്വൽ ടു 28 ഇൻറ്റു 7, അതായത് 7 ഇൻറ്റു 4 ഇൻറ്റു 7. അപ്പോൾ കെൻ്റെ വാല്യൂ എന്തായിരിക്കും? 7 ഇൻറ്റു 7 49. 49ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു 4ൻ്റെ റൂട്ട് എന്താണ്? 2. അപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ കെൻ്റെ വാല്യൂ എന്താണ്? 7 ആണ്, 14 ആണ്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? 3 ഇൻറ്റു 14. റേഡിയസ് അല്ല, ഹൈറ്റ് 3 ഇൻറ്റു 14, റേഡിയസ് എന്തായിരിക്കും? 14. ഇതിൻ്റെ വോളിയം ഓഫ് ദ സിലിണ്ടർ വിൽ ബി പൈ ആർ സ്ക്വയർ എച്ച് 22/7 ഇൻറ്റു ആർ സ്ക്വയർ. ആർ സ്ക്വയർ എന്താണ്? 14 ഇൻറ്റു 14 ഇൻറ്റു എച്ച്, ഹൈറ്റ് എന്താണ്? 3 ഇൻറ്റു 14. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. ഇവിടെ 14 ഉണ്ടോ? ഇവിടെ 14 ഉണ്ടോ? അപ്പോൾ ഉത്തരം എന്തായാലും 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ വോളിയം ഒരു ഫ്രാക്ഷൻ അല്ലാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് 7ൻ്റെ മൾട്ടിപ്പിളും കൂടി ആയിരിക്കും കേട്ടോ. അത് ഏതൊക്കെ കേസിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ലോജിക്ക് വെച്ച് മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ സിലിണ്ടറിൻ്റെ കേസിൽ 4 പൈ ആർ സ്ക്വയർ എച്ച് ആണ് സിലിണ്ടറിൻ്റെ വോളിയം. 22/7 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. അപ്പോൾ ഈ ഡിനോമിനേറ്ററുള്ള 7 ക്യാൻസൽ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈറ്റ് 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ചില കേസിൽ ഹൈറ്റ് ആയിരിക്കും 7ൻ്റെ മൾട്ടിപ്പിൾ, ഹൈറ്റ് 7ൻ്റെ മൾട്ടിപ്പിൾ റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ ഹൈറ്റാണ് 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വിചാരിക്കുക. റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഏതൊരു സംഖ്യയാണ്. അപ്പോൾ റേഡിയസിൻ്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്താണ്? 7k. ക്യാൻസൽ ചെയ്ത് പോയി, കെ ആയി. അപ്പോൾ 22 ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു കെ ആണ് വോളിയം. അപ്പോൾ ഈ വോളിയം ഒരു 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല, അപ്പോൾ ഇത് 7ൻ്റെ മൾട്ടിപ്പിൾ ആകാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷേ ഇത് എന്താണ്? വോളിയം ഒരു ഫ്രാക്ഷൻ അല്ലാത്ത ഒരു നാച്ചുറൽ നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇൻ കേസ് സിലിണ്ടറിൻ്റെ കേസിൽ റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. 22/7 ഇൻറ്റു റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് വിചാരിക്കുക. റേഡിയസ് 7ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ 7k ദ ഹോൾ സ്ക്വയർ കൊടുത്തു. 7k ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്. 7k ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 49k സ്ക്വയർ ആണ്. അത് ചെയ്യുമ്പോൾ 7 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 749 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 7 ഉണ്ടാവും. അപ്പോൾ ഉത്തരം 7ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കേസിലാണ് 7ൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ലോജിക്ക് വെച്ച് നിങ്ങൾ ഗസ് ചെയ്യണം. ചില കേസസിലാവില്ല, ചില കേസസിലാവും. ഓക്കെ, എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇതിന് ഉത്തരം കിട്ടിയോ? എന്താണ്? 22 ഇൻറ്റു 28 ഇൻറ്റു 3 ഇൻറ്റു 14 എന്താണ്? 42. ഇത് എൻ്റെ ഡിജിറ്റ് നോക്കിയാൽ പറയാം. 2 2 4, 4 8 32. 32 ആകുമ്പോൾ എൻ്റെ ഡിജിറ്റ് 2. ഓപ്ഷൻ ഡി. ഓക്കെ, ഇത് ആക്ച്വലി ലിറ്ററിലാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? ഓക്കെ, ആ കൺവേർഷൻ കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ വോളിയം ഇതാണ്. വോളിയം 25872 സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു 1 മീറ്റർ ക്യൂബ് ഈക്വൽ ടു 1000 ലിറ്റർ എന്നുള്ള കാര്യം പഠിച്ചു. അതേപോലെ തന്നെ ഉള്ള ഒരു റിലേഷനാണ് 1 സെൻറ്റിമീറ്റർ ക്യൂബ്. 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഈക്വൽ ടു 1 മില്ലി ലിറ്റർ ആണ്. ഇത് ഓർത്തിരിക്കുക. അതായത് 1 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 1 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ക്യൂബോയിഡൽ ടാങ്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതിൽ 1 മില്ലി ലിറ്റർ വെള്ളമായിരിക്കും കൂടുതലുണ്ട്. 1 മില്ലി ലിറ്റർ വെള്ളമായിരിക്കും അതിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ 27872 സെൻറ്റിമീറ്റർ ക്യൂബ് ഈക്വൽ ടു 27872 മില്ലി ലിറ്റർ എന്ന് കൊടുക്കാൻ പറ്റും. ഇതെന്താണ്? മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/1000 ഓഫ് എ ലിറ്റർ ആണ് മില്ലി ലിറ്റർ. അപ്പോൾ ഇത് 25872 ഇൻറ്റു 1/1000, അതായത് 25.872. ഓപ്ഷൻ ഡി. ഓക്കെ, സർ എയിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ഓപ്ഷനിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് നോക്കുക? അത് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കേണ്ടി വരും. അല്ലാതെ എയിൻ്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ ഒക്കെ ഉണ്ട്, പക്ഷേ അതും ഈക്വലി ലെങ്തിയാണ്. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ നമ്പർ കാണിച്ചു തരാം. 19008. ഓക്കെ, 14 എത്രയാണ്? 19 എത്രയുണ്ട്? 2 × 14. ബാക്കി റിമൈൻഡർ 5 വരും. 50. 50 എത്രയുണ്ട്? 49 ഉണ്ട്. 49 ആകുമ്പോൾ റിമൈൻഡർ 1. 10. 10 എത്രയുണ്ട്? എത്ര ടൈംസ് ഉണ്ട്? കോഷ്യൻ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 7 ഉണ്ട്. ബാക്കി റിമൈൻഡർ 3. പിന്നെ ഈ ഡിജിറ്റ് ഏതാ? 38. 38 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൂടി നോക്കാം. 25872. ഞാൻ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ, ഇതാണ് ഒന്നുകൂടി എളുപ്പം. 25 7 ഉണ്ടോ? 21 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി എന്താണ്? 4 വരും. 48. 48 നോക്കുമ്പോൾ എന്താണ്? 42 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി 6 ഉണ്ട്. 67.
63 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ബാക്കി എന്താ വരിക? 4 വരും. 42 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. ആൻസർ ഈ 25 8 7 7ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അങ്ങനെ നോക്കാൻ പറ്റും. അല്ലാതെ വേറെ ഐഡിയ ഉണ്ട്, പക്ഷെ അത് ഈക്വലി ലെങ്തിയാണ്. ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. 7 ഡിവൈഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.